السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألم نجعل له عينين ولسانا وشفتين. النطق بعض خصائص الإنسان، وبه يترجم محتوى الوجدان. هو آية لله من آياته، ما أكثر الآيات في الإنسان. هو نعمة كبرى لمن قد صانه، حفظ اللسان سلامة الإنسان. يهوي إلى النيران في لفظ ولا يدري بما نطقت به الشفتان. الله قد جعل اللسان مقيدا خلف الشفاه ومحكم الأسنان، لنصونه عن كل شر أو أذى، ونلوذ بالصمت العظيم الشان. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എല്ലാ വർഷങ്ങളിലും പരിശുദ്ധ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും തറാവീഹ് നമസ്കാരത്തിന്റെ ശേഷം നാം ഇവിടെ നടത്തിവരുന്ന പ്രഭാഷണ പരിപാടിയുടെ ആദ്യ ദിവസമാണ് ഇന്ന്. നാവ് മഹാ അനുഗ്രഹം എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള അല്പനേരത്തെ സംസാരമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പറയാനും അത് കേൾക്കാനും താൽപര്യപൂർവം ഒന്നിച്ചുകൂടിയിട്ടുള്ള നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പവിത്രമായ മാസത്തിൽ പുറത്തു തരികയും
അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം നിർവഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നോമ്പുകളും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും നിഅമത്തുകളെയും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഉപകരണം മുഖേന അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ധാരാളം അനുഗ്രഹങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ, അല്ല അതിന്റെ മുമ്പ് തന്നെ നാം നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിലായിരുന്ന കാലം തൊട്ട് കണക്കല്ലാത്ത അനുഗ്രഹങ്ങളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചു വന്നത്. ആ അനുഗ്രഹങ്ങളെ അറിയാനും മനസ്സിലാക്കാനും അതിന് നാഥനോട് ശുക്റുള്ളവരായി തീരാനും ബാധ്യസ്ഥരാണ് എല്ലാ മനുഷ്യന്മാരും. വഷ്കുറു നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കൂ ജനങ്ങളെ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് നാമെങ്കിൽ, ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നു, ഞാൻ ചെയ്തു തന്ന കണക്കല്ലാത്ത അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. ധാരാളം സന്ദർഭങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട കാര്യമാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം എന്നത്. നന്ദി കെട്ട ആളുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആക്ഷേപിച്ചിരിക്കുകയാണ്. കഠിന കഠോരമായ നരകത്തീയാണ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ എമ്പാടും സ്ഥലങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും താൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാകണമെങ്കിൽ ആ അനുഗ്രഹമില്ലാത്ത ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് തനിക്ക് നൽകപ്പെട്ട ആ നിഅമത്തിന്റെ വലുപ്പം മനുഷ്യൻ അറിയുന്നത്. അല്ലാഹു വലിയ അനുഗ്രഹമായി എടുത്തു ചോദിക്കുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അലം നജഅൽ ലഹു, അവന് നാം നൽകിയിട്ടില്ലയോ, അവന് നാം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലയോ, ഐനൈൻ, രണ്ട് കണ്ണുകളെ നാം അവന് കൊടുത്തിട്ടില്ലയോ. മനുഷ്യൻ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ പറയുകയാണ്. അല്ലാഹു മനുഷ്യനോട് ചോദിക്കുന്നു, അലം നജഅൽ ലഹു, നാം അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലയോ, ഐനൈൻ, രണ്ട് കണ്ണുകൾ, വലിസാനം വശഫതൈൻ, വലിസാൻ എന്നൊരു നാവിനെയും നാം അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലയോ, വശഫതൈനി, ഈ നാവ് മനുഷ്യന് ഉപയോഗപ്പെടണമെങ്കിൽ, ഈ നാവ് കൊണ്ട് മനുഷ്യന് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അതിന് സഹായകമാകുന്ന നിലക്ക് മേൽചുണ്ടും കീഴ്ചുണ്ടുമാകുന്ന രണ്ട് ചുണ്ടുകൾ യാതൊരു നിലക്കുമുള്ള ന്യൂനതകളും തകരാറുമില്ലാതെ ഒരു മനുഷ്യനുണ്ടാകണം. അപ്പോഴേ അവൻ ഈ നാക്ക് ഉപയോഗപ്പെടുത്തി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നാവ് നൽകിയില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ റബ്ബുൽ ആലമീൻ പറയുകയാണ്, വശഫതൈൻ, ആ നാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ ഉതകുന്ന നിലക്ക് രണ്ട് ചുണ്ടുകളെയും അവന് നാം നൽകിയിട്ടില്ലയോ. അല്ലാഹു നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ചോദ്യം ചോദിക്കുകയാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന ബോധമുണ്ടാകാൻ നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു ഇട്ടുതരികയാണത്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ ഈ ലോകത്ത് എത്രയോ ആളുകളെ യാത്രക്കിടയിലും അല്ലാത്ത സന്ദർഭങ്ങളിലും പലരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴൊക്കെ എത്രയോ സഹോദരങ്ങളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അവരുടെ മനസ്സിലെ ആശകളെ, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ, അവരുടെ മനസ്സിലെ ആശയങ്ങളെ പുറത്തേക്ക് ഒന്ന് പ്രകടിപ്പിക്കാൻ ആംഗ്യങ്ങളല്ലാതെ
ഒരു നിവൃത്തിയുമില്ലാത്ത എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആംഗ്യഭാഷയിലല്ലാതെ അവർക്ക് ആശയവിനിമയത്തിന് കഴിയുന്നില്ല, എഴുതി അറിയിക്കാനല്ലാതെ അവർക്ക് കഴിയുന്നില്ല. അതേ അവസരത്തിൽ അവരുടെ നാവ് കൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക എന്ന അനുഗ്രഹം ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള ഊമകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ ആ നിലക്കുള്ള ആളുകൾ ഈ ലോകത്തുള്ളപ്പോ ഞാൻ നോക്കണം അവരിലേക്ക്, ഞാൻ ചിന്തിക്കണം അവരെക്കുറിച്ച്. അല്ലാ, ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാരെ നീ സൃഷ്ടിച്ചിട്ടില്ലേ? എന്റെ ചുണ്ടുകൾക്കൊരു തകരാറുമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ ആളുകൾ അങ്ങനെയും കാണുന്നു. അവരുടെ ചുണ്ടുകൾ മുച്ചിറി എന്ന നിലക്ക്, അവർക്ക് സംസാരിക്കാൻ യോഗ്യമല്ലാത്ത നിലക്ക് ചുണ്ടുകൾ വികൃതമാണ്, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളില്ലേ? അതേ അവസരത്തിൽ എന്റെ ചുണ്ടുകൾക്ക് കുഴപ്പമില്ല, നാവിന് യാതൊരു പ്രയാസവുമില്ല. ആ നിലക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടല്ലോ അല്ലാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നു, ഈ നിഅമത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ, ഇതിന്റെ മാത്രമല്ല ഏത് നിഅമത്തിന്റെ വലുപ്പം നിനക്കറിയണമെങ്കിലും അതില്ലാത്തവനിലേക്ക് നോക്കിക്കോ. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കണമെങ്കിൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ഞാൻ വല്ലാത്ത നിഅമത്ത് കിട്ടിയവനാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഇതില്ലാത്തവരിലേക്ക് നോക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിലക്ക് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ അവയവത്തിനൊരു മുറിവങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിഷ്പ്രയാസം അനായാസേന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാക്ക്, ആ നാവിനെങ്ങാനും ഏതെങ്കിലും ഭാഗത്തൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നാം സംസാരിക്കാൻ എത്രയാണ് പ്രയാസപ്പെടുന്നത്, എത്രയാണ് ബുദ്ധിമുട്ടുന്നത്. ആ അവയവമില്ലാത്തയാൾക്ക്, അതിന് കേടുപാടുകൾ സംഭവിച്ച ഒരാൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാ കഴിയുക? ആർക്കാണതിന് വില പറയാൻ കഴിയുക? മനുഷ്യ ശരീരത്തിലെ കാണാൻ കഴിയുന്നതും അതുപോലെ തന്നെ അകത്തൊളിഞ്ഞിരിക്കുന്നതുമായ നൂറുകണക്കിന് ശരീരത്തിന്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾക്കൊക്കെ വിലയിട്ട് കണക്ക് കൂട്ടിയാൽ മനുഷ്യനെന്ന ഈ അത്ഭുത പ്രതിഭാസം, മനുഷ്യനെന്ന ഈ അത്ഭുത ജീവിക്ക് വില കണക്കാക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാ കഴിയുക? കോടാനുകോടി രൂപ വില കണക്കാക്കിയാൽ മനുഷ്യന്റെ അവയവത്തിന് വില പറയാൻ നമുക്ക് കഴിയുമോ? ശരീരത്തിന്റെ അകത്തുള്ള ഒരു കിഡ്നിക്കൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ, അതല്ല നെഞ്ചകത്തിന്റെ അകത്തുള്ള അതാ ഹൃദയത്തിനൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ, അതല്ലെങ്കിൽ തലക്കകത്തുള്ള ബ്രെയിനിന്, തലച്ചോറിനൊരു കേടുപാട് സംഭവിച്ചാൽ